നമ്മൾ ഇനി നോക്കുന്നത് ഏഷ്യ റീജിയൻ ആണ്. നമ്മൾ മിഡിൽ ഈസ്റ്റ് കവർ ചെയ്തു, ആഫ്രിക്ക കവർ ചെയ്തു, ഇനി നമ്മൾ ഏഷ്യ സ്പെസിഫിക് ആയിട്ടുള്ള ഏരിയാസ് ആണ് കവർ ചെയ്യുന്നത്. സോ ആദ്യം നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. 2014 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ആദ്യം നോക്കുന്നത്. എന്താണ് ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഈസ് ദി കറക്റ്റ് സീക്വൻസ് ഓഫ് ഒക്കറൻസ് ഓഫ് ദി ഫോളോയിങ് സിറ്റീസ് ഇൻ ദി സൗത്ത് ഈസ്റ്റ് ഏഷ്യ ഫ്രം സൗത്ത് ടു നോർത്ത്? ഇത് വേൾഡ് മാപ്പ് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഒരു ക്ലൂ തരാൻ ഞാൻ വേണമെങ്കിൽ, ഈ സെക്കൻഡ് ഇല്ലേ ഹനോയി എന്ന് പറയുന്നത്, ഇത് വിയറ്റ്നാമിന്റെ ക്യാപിറ്റലാണ്. അപ്പോൾ ഏകദേശം മാപ്പിംഗ് ഒക്കെ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കാണും ഇത് എവിടെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ. ഇതറിയാമെങ്കിൽ നിങ്ങൾക്ക് ഇത് സോൾവ് ചെയ്യാൻ പറ്റും. സോൾവ് ചെയ്തെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യും ഏതാണ് ഉത്തരം എന്നുള്ളത് കേട്ടോ. അപ്പൊ 52 അങ്ങനെ വിടുകയാണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 2014 ചോദ്യമാണ്. 2014 എന്താ ചോദിച്ചിരിക്കുന്നത്? ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് ന്യൂസിൽ കാണുന്നുണ്ട്. ഏത് രാജ്യവുമായിട്ട് ബന്ധപ്പെട്ടാണ് ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് കാണുന്നത്, ന്യൂസിൽ വന്നിരിക്കുന്നത് എന്നാണ് അടുത്ത ചോദ്യം. അടുത്ത ചോദ്യം വന്നിരിക്കുന്നത് 2020 2020 വന്നിരിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത്, ഇൻഡോ ശ്രീലങ്കൻ ട്രേഡ് കൺസിസ്റ്റന്റ് ആയിട്ട് കൂടിയിട്ടുണ്ട് ലാസ്റ്റ് ഡെക്കേഡിൽ. അതുപോലെ ടെക്സ്റ്റൈൽ ആർട്ടിക്കിൾസും ആണ് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ട്രേഡ് എന്നും. മൂന്നാമത്തത്, ലാസ്റ്റ് 5 years ആയിട്ട് നേപ്പാൾ ആണ് ഇന്ത്യയുടെ ലാർജസ്റ്റ് ട്രേഡിംഗ് പാർട്ട്ണർ എന്നുമാണ് പറയുന്നത്. അപ്പൊ ഈ 3 സ്റ്റേറ്റ്മെന്റ് ശരിയാണോ അല്ലയോ എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. 2022 എടുക്കുകയാണെങ്കിൽ 2022 ചോദിച്ചിരിക്കുന്ന റീജിയൻസ് ഓഫൻ മെൻഷൻഡ് ഇൻ ദ ന്യൂസിൽ, ആദ്യത്തേത് ഞാൻ ഇടയ്ക്ക് പറഞ്ഞില്ലായിരുന്നു നിങ്ങൾ ഒരു പേരൊന്ന് മനസ്സിൽ വെച്ചിരിക്കണം, നമുക്ക് പിന്നീട് നോക്കാം. അത് ഇവിടെയാണ് നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ നോക്കിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാവും. നമുക്ക് 88ാമത്തെ ചോദ്യത്തില് നാലാമത്തെ ഓപ്ഷൻ നിങ്ങൾ നോക്കിയേ. കെറ്റലോണിയ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലം തന്നിട്ടുണ്ട്. അത് ഏത് കൺട്രി ആണെന്ന്. നമ്മൾ ആഫ്രിക്ക പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അത് വരുന്നത് ഏത് കൺട്രിയിലാണ്. അത് ഓപ്ഷനിൽ തന്നെ തന്നിട്ടുണ്ട്. എന്തിലാണ്? സ്പെയിനിലാണെന്ന്. അപ്പം ആ ഓപ്ഷൻ തെറ്റാണ് എന്നുള്ളത് ഇപ്പം മനസ്സിലായില്ലേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയപ്പോൾ. അപ്പൊ അത് നമുക്ക് ക്യാൻസൽ ചെയ്യാം. പിന്നെ ആദ്യം വന്നിരിക്കുന്നത് അനറ്റോളിയ എന്ന് പറഞ്ഞിട്ട് ടർക്കിയാണ് പറഞ്ഞിരിക്കുന്നത്. കറക്റ്റ് ആണോ നോക്കണം. അംഹാര എത്യോപ്യ ആണോ എന്നുള്ളത് അത് കറക്റ്റ് ആണെന്ന് ഇപ്പം അറിയായിരിക്കും. പിന്നെ കാബോ ഡെൽഗാഡോ സ്പെയിനിലാണോ എന്നുള്ളത്. കാബോ ഡെൽഗാഡോ നമ്മൾ എവിടെയാണ് പഠിച്ചത്? മൊസാംബിക്കിലാണ് പഠിച്ചത്. സോ അതും തെറ്റാണെന്നുള്ളത്. ആഫ്രിക്കയിലാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ അതും തെറ്റാണെന്നുള്ളത് അറിയാം. അടുത്തത് 61 ഉക്രൈനിലെ ഏതൊക്കെ ബോർഡർ ആണ് ഉള്ളത്? കൺട്രീസ് ബോർഡറിങ് ഉക്രൈൻ ഏതൊക്കെയാണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. കാരണം ഇത് 2023 ചോദിക്കാനുള്ള കാരണം എന്തായിരിക്കും? റഷ്യ ഉക്രൈൻ വാർ സ്ഥിരമായിട്ട് നടക്കുന്ന ഒരു സമയമായിരുന്നു. സോ അതുകൊണ്ടാണ് 2023 ഉക്രൈന്റെ ബോർഡറിങ് കൺട്രീസ് ഏതൊക്കെയാണ് എന്ന ചോദ്യം വന്നിരിക്കുന്നത്. 22 ചോദ്യം നമ്മളൊന്ന് മിസ് ചെയ്തു. നമുക്ക് 2022 ചോദ്യം ഒന്ന് നോക്കാം ഒന്നും കൂടെ. 2022 ചോദ്യം എടുക്കുകയാണെങ്കിൽ അഫ്ഗാനിസ്ഥാന്റെ ബോർഡർ ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ 2023 ഉക്രൈന്റെ ബോർഡർ ചോദിച്ചപ്പോൾ 2022 അഫ്ഗാന്റെ ബോർഡർ ആണ് ചോദിച്ചിരിക്കുന്നത്. 2022 അഫ്ഗാന്റെ ബോർഡർ ചോദിക്കാൻ കാരണം എന്താ? അഫ്ഗാനിൽ നിന്ന് താലിബാൻ പവറിൽ തിരിച്ചു വരികയും US എക്സിറ്റ് ആവുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലോട്ട് വരുന്നുണ്ട്. സോ അത് കാരണമാണ് എന്ത് ചോദിച്ചിരിക്കുന്നത്? 2022 അഫ്ഗാനിസ്ഥാന്റെ ബോർഡറിങ്ങിനെ കുറിച്ച് ചോദിച്ചിരിക്കുന്നത്. അടുത്തത് 67ാമത്തെ ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത് വിയറ്റ്നാമിനെ കുറിച്ചാണ്. സോ വിയറ്റ്നാമിലെ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് 2022 തന്നെ ഒരു ചോദ്യവും കൂടെ ചോദിച്ചിട്ടുണ്ട്. സോ നമുക്ക് അതൊന്ന് നോക്കാം. 2022 തന്നെ ആ ചോദ്യം. സെൻകാക്കു ഐലൻഡ് ന്യൂസിൽ ഇടയ്ക്കിടയ്ക്ക് കാണാം. നിങ്ങൾ ന്യൂസ് പേപ്പർ വായിക്കുകയാണെങ്കിൽ നിങ്ങളും സെൻകാക്കു ഐലൻഡിന്റെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ടുണ്ടായിരിക്കും. ഈ സെൻകാക്കു ഐലൻഡ് ന്യൂസിൽ വന്നതിന്റെ റീസൺ എന്താണ് എന്നാണ് ചോദിച്ചത്. ഞാൻ ഇപ്പുറത്ത് ഒരു പടം വെച്ചിട്ടുണ്ട്, പിക്ചർ നിങ്ങൾക്ക് കാണാമായിരിക്കും. എക്സിസ്റ്റിംഗ് ജാപ്പനീസും ന്യൂ ചൈനീസ് എന്നും പറഞ്ഞിട്ട്. അതുപോലെ താഴെ കണ്ടോ ന്യൂസ് പേപ്പർ ക്ലിപ്പിംഗ് തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഉണ്ട് ചൈനീസ് വെസൽ മെയിൻറ്റെയിൻ പ്രസൻസ് ഇൻ ഈസ്റ്റ് ചൈന സീ നിയർ ദി ഡിസ്പ്യൂട്ടഡ് സെൻകാക്കു ഐലൻഡ്. അപ്പം ഈസ്റ്റ് ചൈന സീയിലാണ് ഈ ഒരു പ്രശ്നം നടക്കുന്നതെന്നുള്ളതും സെൻകാക്കു ഐലൻഡിനെ ചൊല്ലിയാണ് ഈ ഒരു പ്രശ്നം എന്നുള്ളതുമാണ് നമുക്ക് ഇതിൽ നിന്ന് ഈ ഒരു വാർത്തയിൽ നിന്ന് മനസ്സിലായത് അല്ലേ. ഇനി ഓപ്ഷൻസ് നോക്കിക്കേ വെറുതെ. ഇറ്റ് ഈസ് ജനറലി ബിലീവ് ദാറ്റ് ദേ ആർ ആർട്ടിഫിഷ്യൽ ഐലൻഡ്സ് മെയ്ഡ് ബൈ എ കൺട്രി അറൌണ്ട് സൗത്ത് ചൈന സീ. ആണോ? ഇതൊരു ഈസ്റ്റ് ചൈന സീ ആണെന്നല്ലേ നമ്മളിപ്പോ പറഞ്ഞത്. കാരണം ഈ ഫിസിക്കൽ മാപ്പ് നോക്കിയാലും നിങ്ങൾക്ക് സെൻകാക്കു ഐലൻഡ് എവിടെയാണ് നിങ്ങൾ കാണുന്നത്? ഈസ്റ്റ് ചൈന സീയിലാണ് നിങ്ങൾ കാണുന്നത് അല്ലേ. ഈസ്റ്റ് ചൈന സീയിലല്ലേ കാണുന്നത്? ഈസ്റ്റ് ചൈന സീയിലാണ് കാണുന്നത്. ഓപ്ഷൻ ബിയിൽ നോക്കുക. ചൈന ആൻഡ് ജപ്പാൻ എൻഗേജ് ഇൻ മാരിടൈം ഡിസ്പ്യൂട്ട് ഓവർ ദീസ് ഐലൻഡ് ഇൻ ഈസ്റ്റ് ചൈന സീ. ഈസ്റ്റ് ചൈന സീയിൽ ചൈനയും ജപ്പാനും കൂടിയുള്ള ഒരു മാരിടൈം ഡിസ്പ്യൂട്ട് ആണിത്. ഇത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജപ്പാൻ ഇല്ലെങ്കിൽ പോലും അതൊരു ചൈനീസ് വെസലാണ് ഈസ്റ്റ് ചൈന സീയിലാണ് ഡിസ്പ്യൂട്ട് നടക്കുന്നതെന്ന് അറിയാം. സോ ഏറ്റവും ക്ലോസ് ആയിട്ട് ഇപ്പൊ നടക്കുന്ന
ഇരിക്കുന്നത് ഈ വാർത്തയിൽ വെച്ചിട്ട് ബി ആണ്. സി നോക്കുക, എ പെർമനന്റ് അമേരിക്കൻ മിലിറ്ററി ബേസ് ഹാസ് ബീൻ സെറ്റപ്പ് ഇൻ തായ്വാൻ ടു ഹെൽപ്പ് തായ്വാൻ ടു ഇൻക്രീസ് ദ ഡിഫൻസ് കേപ്പബിലിറ്റീസ്. അല്ല, വാർത്ത വായിച്ചിട്ടുള്ളവർക്ക് അറിയാം ബി ആണ് ഉത്തരം എന്നുള്ളത്. ഡി എന്ന് പറയുന്നത് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഡിക്ലെയർഡ് ദം ആസ് എ നോ മാൻസ് ലാൻഡ് സം സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസ് ക്ലെയിം ദം. ഇല്ല, സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസിലോട്ടല്ല പോകുന്നത്, വിയറ്റ്നാം, ലാവോയിലോട്ട്, സൗത്ത് ചൈന സീയിലോട്ടല്ല ഇത് ഓപ്പൺ ചെയ്തിരിക്കുന്നത്, ഈസ്റ്റ് ചൈന സീയിലാണ് ഉള്ളത്. സോ 86 നിങ്ങൾക്ക് ഓപ്ഷൻ വാർത്ത വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് അറിയാം ബി ആണ് ഓപ്ഷൻ വരുന്നതെന്ന്. ഓക്കെ, നമുക്കിനി ഓരോരോ ഏരിയ ആയിട്ട് നോക്കാം. അപ്പം ആദ്യം നമ്മൾ അഫ്ഗാനിസ്ഥാൻ ആണ് എടുത്തത്. സൗത്ത് ഈസ്റ്റ് ഏഷ്യ ഞാൻ മാപ്പ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, കാരണം ചോദിച്ചിട്ടുണ്ട് മാപ്പിങ്ങിൽ എന്നിട്ട് ക്യാപിറ്റൽസ് അറേഞ്ച് ചെയ്യാൻ വേണ്ടി. അത് നിങ്ങളുടെ ഒരു ഹോംവർക്ക് പോലെ അസൈൻമെന്റ് പോലെ നിങ്ങൾ തന്നെ എടുത്തു. ഞാൻ ഹിന്ദും തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ഉത്തരത്തിൽ എത്താന്നുള്ളതേ ഉള്ളൂ ഈസി ആയിട്ട്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഫ്ഗാനിസ്ഥാൻ ആണ്. അഫ്ഗാനിസ്ഥാൻ ഇപ്പോഴും റെലവെന്റ് ആണോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴും അഫ്ഗാനിസ്ഥാൻ റെലവെന്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ അഫ്ഗാനിസ്ഥാനെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം അഫ്ഗാനിസ്ഥാനിൽ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ളത് താലിബാൻ 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 എന്നായിരിക്കും. അഫ്കോഴ്സ് അഫ്ഗാനിസ്ഥാനിൽ അത്രയ്ക്കുള്ളൊരു ഹിസ്റ്ററിയിലോട്ടൊന്നും നമ്മൾ പോകുന്നില്ല, കാരണം അത് ഔട്ട്സൈഡ് ദി സ്കോപ്പ് ഓഫ് ദിസ് ഡിസ്കഷൻ ആണ്. ഇതൊരു പ്രിലിംസ് ഓറിയന്റഡ് ഡിസ്കഷൻ അല്ലേ. അപ്പം അഫ്ഗാനിസ്ഥാനിലെ മെയിൻ പ്ലേസസ് ആണ് നമ്മൾ ആദ്യം നോക്കുന്നത്. കിർഗിസ്ഥാൻ ഉണ്ട്, ഉസ്ബെക്കിസ്ഥാൻ ഉണ്ട്, തർക്ക്മെനിസ്ഥാൻ ഉണ്ട്, ഇറാൻ ഉണ്ട്, പാകിസ്ഥാൻ ഉണ്ട്, ചൈനയില്ല, തജിക്കിസ്ഥാൻ ഉണ്ട്. ഓക്കെ, ഇവിടെ ഇന്ത്യക്ക് ബോർഡർ ഉണ്ട്. അതാണ് മെയിൻ ആയിട്ട് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം. ഇന്ത്യക്ക് അഫ്ഗാനിസ്ഥാനുമായിട്ട് ബോർഡർ ഉണ്ടോ ഇല്ലയോ? ഇന്ത്യക്ക് അഫ്ഗാനിസ്ഥാനുമായിട്ട് ബോർഡർ ഉണ്ടോ ഇല്ലയോ? ഇന്ത്യക്ക് അഫ്ഗാനിസ്ഥാനുമായിട്ട് ബോർഡർ ഉണ്ട്, അതൊന്നും ഓർത്തിരിക്കുക. അപ്പൊ ഇനി മെയിൻ ആയിട്ട് ഓർത്തിരിക്കേണ്ട വേറൊരു കാര്യം എന്താണ്, ഈ ഒരു സ്ഥലം കണ്ടോ, മസർ ഇ ഷെറീഫ്, ഈ ഒരു പ്ലേസ് UPSC ചോദിച്ചിട്ടുണ്ട്, അപ്പൊ അതൊന്നും ഓർത്തിരിക്കുക. ഹീററ്റ് എന്ന് പറയുന്ന സ്ഥലം ഓർത്തിരിക്കുക. പിന്നെ കാബുൾ, അത് നിങ്ങൾ ഓർത്തിരിക്കുമായിരിക്കും, കാബുൾ കാരണം ക്യാപിറ്റൽ ആണ്, അപ്പൊ എല്ലാവരും എന്തായാലും കേട്ടിട്ടുണ്ടായിരിക്കും കാബുൾ. പിന്നെ ഹിന്ദുക്കുഷ് മൗണ്ടൻ റേഞ്ചും കണ്ടഹാർ റീജിയനും. വേറൊരു കാര്യം റിവേഴ്സിൽ ഓർത്തിരിക്കേണ്ടത് അതാണ്ട് ഈ അമു ഡരിയ റിവർ, അതൊരു അഫ്ഗാനിസ്ഥാനിലെ ഒരു ബോർഡർ പോലെയാണ് അത് ഒഴുകുന്നത്. കണ്ടോ, അഫ്ഗാനിസ്ഥാന്റെ ഒരു ബോർഡർ പോലെയാണ് എന്ത് ഒഴുകുന്നത്, അമു ദരിയ റിവർ ഒഴുകുന്നത്, അമു ദരിയ റിവർ ഒഴുകുന്നത്. അതൊന്ന് ഓർത്തിരിക്കാം. ഇത്രയും കാര്യങ്ങളാണ് അഫ്ഗാനിസ്ഥാന്റെ. ഇന്ത്യയുടെ സ്റ്റാൻസ് എന്താ അഫ്ഗാനിസ്ഥാന്റെ? നമ്മൾ എപ്പോഴും പറയുന്നത് വി നീഡ് ആൻ അഫ്ഗാൻ ലെഡ്, അഫ്ഗാൻ ഓൺഡ്, അഫ്ഗാൻ കൺട്രോൾഡ് ഗവൺമെന്റ് ഇൻ അഫ്ഗാനിസ്ഥാൻ. അഫ്ഗാനിസ്ഥാനിൽ നമുക്കൊരു അഫ്ഗാൻ ലെഡ്, അഫ്ഗാൻ ഓൺഡ് ആൻഡ് അഫ്ഗാൻ കൺട്രോൾഡ് ഗവൺമെന്റ് ആണ് നമുക്ക് നമ്മുടെ സ്റ്റാൻസ്, ഇന്ത്യയുടെ സ്റ്റാൻസ് അതാണ്. സോ അഫ്ഗാനിസ്ഥാനിൽ ഞാൻ പറഞ്ഞു, അഫ്ഗാനിസ്ഥാനിന്റെ ഒരു ടെർമോയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന പണ്ട് തൊട്ടേ ടെർമോയിൽ റീജിയൻ ആണത്. പക്ഷെ മെയിൻ ആയിട്ട് നമ്മൾക്ക് ഫോക്കസിങ് പോകുന്നത് സോവിയറ്റ് യൂണിയന്റെ കാലഘട്ടത്തിലായിരിക്കും. സോ സോവിയറ്റ് യൂണിയൻ വന്ന സമയത്ത് ലൈക്ക് ഏകദേശം 1989 വരെ സോവിയറ്റ് യൂണിയൻ ആണ് എന്ത് ഭരിക്കുന്നത്, അഫ്ഗാനിസ്ഥാനിൽ ഒരു റോള് പ്ലേ ചെയ്തിട്ടുണ്ട്. അവർ അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിട്ടുള്ള മുജാഹിദീനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, പീരീഡ് ഞാൻ പറഞ്ഞത് ഏതാ, 1979 തൊട്ട് 89 എന്നുള്ളൊരു പീരീഡാണ് പറഞ്ഞത്. ഈ 79 to 89 പീരീഡ് കോൾഡ് വാർ പീരീഡ് ആണ്. അതായത് USA സോവിയറ്റ് യൂണിയൻ, ഇന്നത്തെ റഷ്യ, അന്നത്തെ സോവിയറ്റ് യൂണിയനുമായിട്ട് എന്തുള്ള ശീതകാല യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ സോവിയറ്റ് യൂണിയന് ആണ് അഫ്ഗാനിസ്ഥാനിൽ പക്ഷെ ഒരു റോൾ ഉണ്ടായിരുന്നത്. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടീനെയാണ് അഫ്ഗാനിസ്ഥാൻ അവിടുത്തെ റഷ്യ അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടീനെയാണ് എന്ത് ചെയ്യുന്നത്, സപ്പോർട്ട് ചെയ്തത്, മുജാഹിദിനെയാണ് സപ്പോർട്ട് ചെയ്തിരുന്നത്. പിന്നീട് USA അപ്പം എന്ത് ചെയ്യുന്നു, അവിടുത്തെ വെസ്റ്റേൺ പ്രിൻസിപ്പിൾ വരണമെന്നും അവർക്ക് കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജീനെ മുന്നേറാൻ താല്പര്യമില്ലാത്തത് കൊണ്ടും US പിന്നീട് ഒരു റോൾ അവിടെ പ്ലേ ചെയ്യുന്നുണ്ട്. പിന്നെ കുറെ കഴിഞ്ഞിട്ട് അവര് സോവിയറ്റ് യൂണിയൻ ഡിസ്മാൻഡിൽ ആയിട്ട് പോകുമ്പോഴത്തേക്കും നമ്മുടെ അഫ്ഗാനിസ്ഥാനിൽ സോവിയറ്റിലുള്ള പവറും സ്ട്രിങ് ആയിട്ട് വരികയും അവിടെ ഒരു ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് നടക്കുകയും താലിബാൻ പവർ സീസ് ചെയ്യുകയും ചെയ്യും. ഏകദേശം ഒരു 1995 എത്തുമ്പോഴത്തേക്കും താലിബാൻ അവിടെ പവർ സീസ് ചെയ്യുന്നുണ്ട്. പിന്നീട് താലിബാന് സീസ് ചെയ്തിട്ട് 2001 എന്താ നടക്കണേ, 2001 നമ്മുടെ ടെററിസ്റ്റ് അറ്റാക്ക് എവിടെ നടക്കുന്നുണ്ട്, US നടക്കുന്നുണ്ട്. ടെററിസ്റ്റ് അറ്റാക്ക് US നടക്കുമ്പോൾ US ഒരു ഓപ്പറേഷൻ അങ്ങ് ലോഞ്ച് ചെയ്യും. അതിന്റെ അതായത് നമ്മളെ വന്ന് ആരെങ്കിലും ഉപദ്രവിച്ചാൽ നമ്മൾ വെറുതെ ഇരിക്കില്ല, നമ്മൾ പോയി തിരിച്ച് നല്ല പണി കൊടുക്കും എന്നുള്ളൊരു നിലപാടാണ് US അവിടെ എടുത്തത്. US പറഞ്ഞു ഇനി തൊട്ടുണ്ടല്ലോ ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷനും ഒരു ടെററിസ്റ്റ് ഔട്ട്ഫിറ്റ്സ് ഇനി കാണില്ല, നമ്മൾ കംപ്ലീറ്റ്ലി വൈപ്പ് ഔട്ട് ചെയ്യാൻ പോവാണ്. സോ നമ്മളൊരു മിലിറ്ററി ഓപ്പറേഷൻ എവിടെ ലോഞ്ച് ചെയ്യാൻ പോവാണോ
അഫ്ഗാനിസ്ഥാനിൽ ലോഞ്ച് ചെയ്യാൻ പോവാണ്. അങ്ങനെ അവരൊരു മിലിറ്ററി ഓപ്പറേഷൻ ലോഞ്ച് ചെയ്യും അഫ്ഗാനിസ്ഥാനിൽ. അതിന്റെ പേരാണ് എന്ത്, ഓപ്പറേഷൻ എൻഡ്യൂറിംഗ് ഫ്രീഡം എന്ന് പറയുന്നത്. ഓപ്പറേഷൻ എൻഡ്യൂറിംഗ് ഫ്രീഡം. ഇങ്ങനെ ഒരു ഓപ്പറേഷൻ ഇവർ ലോഞ്ച് ചെയ്യും. ഫോർ വാട്ട്? ഫോർ അവിടെയുള്ള താലിബാൻ റെജീമിനെ ഔട്ട്സ്റ്റ് ചെയ്ത അവിടെ ഒരു ഡെമോക്രാറ്റിക് പ്രോസസ്സ് കൊണ്ടുവരിക എന്നുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ഥാപിക്കുക എന്നുള്ളതില്ല. എന്നിട്ട് എന്ത് പറ്റും എന്ന് വെച്ചാൽ ഒരു 2001 തൊട്ട് 2021 വരെ US എവിടെയുണ്ട്? US എവിടെയുണ്ട്? അഫ്ഗാനിസ്ഥാനിലുണ്ട്. പക്ഷെ US വിചാരിക്കും പോലെ എല്ലാം അങ്ങ് നീക്കം ചെയ്ത ഒരു പീസ്ഫുൾ പ്രോസസ് ഒന്നും അവിടെ ഉണ്ടാകുന്നില്ല. പകരം 2021 ആകുമ്പോഴത്തേക്കും US തന്നെ മനസ്സിലാവും നമ്മൾ ഇനി നിന്നിട്ട് കാര്യമില്ല, പൈസ ചെലവുള്ള പരിപാടി അല്ലാതെ വേറെ ഒന്നും നടക്കുന്നില്ല. കാരണം ഭയങ്കരമായിട്ട് അവർക്ക് അവരുടെ മിലിറ്ററി പേഴ്സണൽസിനെ ലൂസ് ചെയ്യുന്നുണ്ട്, മിലിറ്ററി എക്യുപ്മെന്റ്സ് അവിടെ കൊണ്ടുപോകേണ്ടി വരുന്നുണ്ട്, ക്യാപിറ്റൽ ലോസ് വരുന്നുണ്ട്, എക്കോണമിക് സ്ട്രെയിൻ വാസ് വെരി ഹൈ. സോ അവർ എക്സിറ്റ് ചെയ്യാൻ തീരുമാനിക്കും. പക്ഷെ അവർ എക്സിറ്റ് ചെയ്ത രീതി വാസ് പെട്ടെന്ന് ഒരു ദിവസം അവരങ്ങ് വിഡ്രോ ചെയ്ത് വരികയായിരുന്നു ചെയ്ത്. ഇത്രയും ദിവസത്തെ എന്തോ സമയം കൊടുത്തു ആൻഡ് ദേ എക്സിറ്റഡ്. ഈ എക്സിറ്റ് ചെയ്തപ്പോൾ താലിബാൻ എന്ത് ചെയ്തു? താലിബാൻ കെയിം ബാക്ക് ടു പവർ ആൻഡ് അവിടെ ഉണ്ടായിരുന്ന ഡെമോക്രാറ്റിക് പ്രോസസ്സിലൂടെ എലക്ടായി വന്ന ഗവൺമെന്റ് ആയിരുന്നു അഷ്റഫ് ഗവൺമെന്റ്. അഷ്റഫ് എന്ത് ചെയ്യും? ഇങ്ങനെ ഒരു താലിബാന്റെ മുന്നേറ്റം കാണുമ്പോഴത്തേക്കും ഇയാൾ രാജ്യമൊക്കെ വിട്ട് അങ്ങ് പോകും. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഡെമോക്രാറ്റിക് പ്രോസസ്സ് അവിടെ ഇല്ലാണ്ടാവുകയും താലിബാൻ വീണ്ടും റെജീമിൽ വരികയും ചെയ്യുന്നു. താലിബാൻ റെജീമിൽ വന്നിട്ട് പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് ഇപ്പോഴത്തെ ന്യൂസ് പേപ്പർ വായിച്ചാൽ നിങ്ങൾക്ക് അറിയാവുന്നതേ ഉള്ളൂ. ഇപ്പോഴും വുമൺ ഫ്രീഡംസ് ഒക്കെ അവിടെ കുറവാണ് ആൻഡ് അവിടെ ഒരുപാട് രീതിയിലുള്ള വയലൻസസും ഇറപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതാണ് അഫ്ഗാനിസ്ഥാന്റെ ഒരു ബ്രീഫ് ഹിസ്റ്ററി, അഫ്ഗാനിസ്ഥാനിൽ എന്ത് നടക്കുന്നു എന്നുള്ളത്. സോ ഇന്ത്യ ഇതിൽ എന്താണ് സപ്പോർട്ട് ചെയ്യുന്നത്? ഇന്ത്യ താലിബാനെ ആണോ സപ്പോർട്ട് ചെയ്യുന്നത്? അതോ ഇന്ത്യ US-ന്റെ അഷ്റഫിന്റെ ഗവൺമെന്റിനെയാണോ സപ്പോർട്ട് ചെയ്യുന്നത്? ഇന്ത്യ പറയുന്നത് ഇന്ത്യ ഒരു അഫ്ഗാൻ ഓൺഡ്, അഫ്ഗാൻ കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് വന്നാൽ ഇന്ത്യ അവരെ സപ്പോർട്ട് ചെയ്യും എന്നാണ് ഇന്ത്യയുടെ സ്റ്റാൻസ്. സോ നമ്മൾ അഫ്ഗാനിസ്ഥാനിലെ ഫിസിക്കൽ മാപ്പ് നോക്കി, അഫ്ഗാനിസ്ഥാനിലെ മെയിൻ സ്ഥലങ്ങൾ നോക്കി, ദെൻ നമ്മൾ അഫ്ഗാനിസ്ഥാന്റെ ഒരു ബ്രീഫ് ഹിസ്റ്ററിയും നോക്കി. ഇനി നമുക്ക് അടുത്ത ചോദ്യം, ചൈന. എന്താണ് ചൈന? ചൈന നിങ്ങൾ ന്യൂസിൽ കാണുന്നുണ്ടായിരിക്കും ഇടയ്ക്കിടയ്ക്ക്. ചൈന ന്യൂസിൽ കണ്ടേ പറ്റൂ. ചൈന ഒരു ഇമ്പോർട്ടന്റ് ജിയോ പൊളിറ്റിക്കൽ പവർ ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ചൈന. സോ ചൈന മെയിൻ ആയിട്ട് ന്യൂസിൽ വരുന്നത് കണ്ട് ഈ 3 കാര്യങ്ങളാണ്. ഒന്ന് ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ്, 2 വൂൾഫ് വാരിയർ ഡിപ്ലോമസി, 3 9-dash ലൈൻ. ഈ 9-dash ലൈൻ എന്ന് പറയുന്ന സൗത്ത് ചൈന സീയിൽ വരുന്നതാണ്. അത് നമ്മൾ ഇന്ന് എടുക്കുന്നില്ല, പിന്നെ ഒരു ദിവസം നമുക്ക് അത് എടുക്കാം. സോ ബാക്കി 2 ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവും വൂൾഫ് വാരിയർ ഡിപ്ലോമസി. ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് ഏകദേശം തുടങ്ങുന്നത് 2013 സി ജിൻപിങ് ആണ് എന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ്. ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത് ഒരു ന്യൂ സിൽക്ക് റോഡ് ഉണ്ടാക്കുക. പണ്ട് ചൈനയിൽ നിന്ന് ഒരു സിൽക്ക് റൂട്ട് പോകുന്നത് നമുക്കറിയാം. സോ ഒരു ന്യൂ സിൽക്ക് റോഡ് ഉണ്ടാക്കുക, അതായത് ഒരു എക്കണോമിക് കോറിഡോർ. അതാണ് ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിലൂടെ ഉദ്ദേശിക്കുന്നത്. ഒരു ന്യൂ സിൽക്ക് റൂട്ട് ഉണ്ടാക്കുക എന്ന എയിമിലൂടെയാണ് സി ജിൻപിങ് ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് മുന്നോട്ട് വയ്ക്കുന്നത്. അതിന്റെ മാപ്പാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇവിടെ 2 രീതിയുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ മെരിടൈം റൂട്ടും, ഒന്ന് ലാൻഡ് റൂട്ടും. മെരിടൈം റൂട്ട് പോകുന്നത് നിങ്ങൾക്ക് കാണുകയാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാവും. നമ്മുടെ പേൾ ഓഫ് സ്ട്രിങ് എന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയില്ല, അതായത് ഇന്ത്യയെ ചുറ്റിപ്പറ്റിയാണ് എന്ത് പോകുന്നത്, നമ്മുടെ BRI പോകുന്നത്. നോക്കുക, നമ്മുടെ വിയറ്റ്നാം വഴി, ജക്കാർത്ത വഴി, കൊളംബോ വഴി, പാകിസ്ഥാനിൽ വഴി ഇറാനിലോട്ട് പോകുന്നുണ്ട്. ഇത് ഇന്ത്യയെ ചുറ്റിപ്പറ്റിയാണ് പോകുന്നത്. പക്ഷെ ഇന്ത്യ ഇസ് നോട്ട് എ പാർട്ട് ഓഫ് BRI. ഇന്ത്യക്ക് പാർട്ടാകാൻ ഒരു താല്പര്യമില്ല BRIയുടെ. സോ അതാണ് BRIയുടെ എയിം എന്ന് പറയുന്നത്. അതാണ് BRI എന്ന് പറയുന്നത്. നമുക്കിനി അടുത്തത് വൂൾഫ് വാരിയർ ഡിപ്ലോമസി എന്താണ് എന്നുള്ളത് നോക്കാം. വൂൾഫ് വാരിയർ ഡിപ്ലോമസി എന്ന് പറയുന്നത് ചൈനയുടെ ഇപ്പോഴത്തെ പുതിയ ഒരു ഫോറിൻ പോളിസിയാണ്. എന്താണ്? അതൊരു അസേർട്ടീവ് ആയിട്ട്, അതോറിറ്റേറിയൻ ആയിട്ട് ഞങ്ങളുടെ പവർ ഇതാണ് എന്നുള്ളത് വരുത്തുന്ന ആ ഒരു ഡിപ്ലോമസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വൂൾഫ് വാരിയർ ഡിപ്ലോമസി. അതിന്റെ എക്സാമ്പിൾ ആണ് നമ്മുടെ റീസെന്റ് ആയിട്ട് ഇന്ത്യ ചൈന ഗാൽവൻ ക്ലാഷിൽ നടന്നത്. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ്. തായ്വാനില് നമ്മുടെ ചൈന ചെന്ന് സൗത്ത് ചൈന സീയിൽ കാണിക്കുന്ന ഈ മിലിറ്ററി ഡെമോൺസ്ട്രേഷൻസ് ഒക്കെ അതിനൊരു എക്സാമ്പിൾ ആണ്. COVID-19 ടൈമിൽ ഓസ്ട്രേലിയ വന്നിട്ട് പറയുന്നുണ്ട് കോവിഡ് ഒറിജിനേറ്റ് ചെയ്ത ചൈനയിൽ നിന്നാണ് എന്ന് പറയുമ്പോഴത്തേക്കും പകരമായിട്ട് ചൈന എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ എക്കണോമിക് സാങ്ഷൻസ് ആണ് ഓസ്ട്രേലിയയിലോട്ട് വയ്ക്കുന്നത്. എന്തൊക്കെ? വൈനും കോളും ഇനി തൊട്ട് ഹൈ താരിഫിൽ നിങ്ങൾ എക്സ്പോർട്ട് ചെയ്താൽ മതി, ചൈനയിലോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നത് ഹൈ താരിഫിലായിരിക്കും എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെയാണ് ചൈനയുടെ വൂൾഫ് വാരിയർ ഡിപ്ലോമസി എന്ന് പറയുന്നത്.
അപ്പം ചൈനയുടെ BRI നമ്മൾ നോക്കി. BRI നമ്മൾ 2 റൂട്ട് പറഞ്ഞു. ഒന്ന് മെരിടൈം റൂട്ട് പറഞ്ഞു, പിന്നെ നമ്മൾ പറഞ്ഞു ലാൻഡ് റൂട്ട് ആണെന്ന് പറഞ്ഞു. മെരിടൈം റൂട്ട് പോകുന്നത് ഇന്ത്യനെ ചുറ്റിപ്പറ്റിയാണ്, അതായത് പേൾ ഓഫ് സ്ട്രിങ് പോലെയാണ് പോകുന്നത്. ഇതൊരു നമ്മൾ പറയാൻ മറന്ന ഒരു പോയിന്റ് ഉണ്ട്. BRIനെ നമ്മളൊരു ഡെപ്റ്റ് ട്രാപ്പ് ഡിപ്ലോമസി എന്നും പറയുന്നുണ്ട്. എന്താണ് ഈ ഡെപ്റ്റ് ട്രാപ്പ് ഡിപ്ലോമസി എന്ന് പറയുന്നത്? അതായത് പൈസ കൊടുക്കുന്നു, തിരിച്ചടയ്ക്കാൻ ആ കൺട്രിക്ക് പറ്റാത്ത രീതിയിൽ അവരെന്ത് കൊടുക്കുന്നു, ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നു. ഒരു പരിധി കഴിയുമ്പോൾ ആ കൺട്രിക്ക് തിരിച്ചടയ്ക്കാൻ പറ്റുന്നില്ല, അങ്ങനെ അതൊരു ഡെപ്റ്റ് ട്രാപ്പിലോട്ട് അകപ്പെടുന്നു. അതിന് ഏറ്റവും നല്ല എക്സാമ്പിള് ശ്രീലങ്കയിലെ നമ്മുടെ ഹംബൻടോട്ട പോർട്ടാണ്. ഈ പോർട്ട് ഇവിടെ വരും ഏകദേശം. ഈ പോർട്ട് ചൈന ലീസിന് വാങ്ങിച്ചു. എത്ര വർഷത്തേക്ക്? 99 വർഷത്തേക്ക് ലീസിന് വാങ്ങിച്ചിരിക്കുകയാണ്. BRIയുടെ ഭാഗമായിട്ട് ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് ശ്രീലങ്കയുടെ എന്ന് പറഞ്ഞു നമ്മൾ ഇത് ഡെവലപ്പ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കാം എന്നൊക്കെ പറഞ്ഞു പോയതാണ്. അവസാനം 99 വർഷത്തെ ഡെപ്റ്റ് ടാപ്പ് ഡിപ്ലോമസി എന്ന് പറഞ്ഞൊരു ഇതിലൂടെ ലീസിന് എടുത്തിരിക്കുകയാണ് ചൈന. അപ്പോൾ ഇതാണ് ചൈനയിലെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ്. അതൊരു എക്കണോമിക് കോറിഡോർ ആണ്. അപ്പം വേറൊരു കറണ്ട് അഫയേഴ്സ് നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ചൈനയിലെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യ G20 ഒരെണ്ണം PGIന്റെ ബേസിസിൽ ഒരെണ്ണം പറഞ്ഞിട്ടുണ്ട്. എന്താണ് പ്രപ്പോസ് ചെയ്തത് നിങ്ങൾക്ക് അറിയോ? BRIനെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല നമ്മൾ ഇതിനെ ഒപ്പോസ് ചെയ്യാണെന്ന്. പക്ഷെ USA അടങ്ങിയ രാജ്യങ്ങള് ഇതിലുണ്ട്, അംഗങ്ങളാണ്. അവരെല്ലാരും പറയാതെ പറയുന്നത് ഇത് BRIക്ക് നമ്മൾ എഗെയിൻസ്റ്റ് ആയിട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. എന്താണ് അതിന്റെ പേര്? അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? കറണ്ട് അഫയേഴ്സ് ഫോളോ ചെയ്യാണ്. G20 എന്നൊരു ഹിന്റ് ഞാൻ തന്നിട്ടുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് ഇറ്റ്. IMEC ആണ് അതിന്റെ ഉത്തരം. ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ. അതൊന്ന് നോക്കിയേക്കാം. അത് പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമായിരിക്കും. ഏഷ്യ നമ്മൾ അഫ്ഗാനിസ്ഥാനും ചൈനയുമാണ് മെയിൻ ആയിട്ട് കവർ ചെയ്യുന്നത്. കാരണം ഇത് രണ്ടുമാണ് UPSC പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇന്ന് ചോദിച്ചിട്ടുള്ളത്. പിന്നെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയും. നമ്മൾ അഫ്ഗാനിസ്ഥാന്റെ ബോർഡർ നിങ്ങൾക്ക് മാപ്പിൽ നോക്കിയാൽ മനസ്സിലാവും. അതുപോലെ തന്നെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് ഓപ്ഷൻ D 72 ഏതാണെന്നുള്ളത് ചൈനയാണെന്നുള്ളത് അറിയാം. സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ സിറ്റീസ് അല്ല ക്യാപിറ്റൽസിന് സൗത്ത് നോർത്ത് എന്നുള്ള രീതിയിൽ സീക്വൻസ് ചെയ്യാന്നുള്ളത്, അതും നിങ്ങൾക്ക് ഉത്തരം എഴുതാന്നുള്ളതേ ഉള്ളൂ. മാപ്പിംഗ് അറിയാമെന്നുണ്ടെങ്കിൽ എഴുതാന്നുള്ളതേ ഉള്ളൂ. ടർക്കിയാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്ന സ്ഥലം. ടർക്കിയില് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ടർക്കിക്ക് ബ്ലാക്ക് സീയിലും ഉണ്ട് ബോർഡറിംഗ് ഉണ്ട്, മെഡിറ്ററേനിയൻ സീയിലും ഉണ്ട്. സോ അതാണ് ടർക്കിനെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺട്രി ആയിട്ട് മാറ്റാം. അതൊരു ട്രാൻസ് കോണ്ടിനെന്റൽ കൺട്രിയാണ്. ഏത്? ടർക്കി എന്ന് പറയുന്നത് ഒരു ട്രാൻസ് കോണ്ടിനെന്റൽ കൺട്രിയാണ്. ആൻഡ് ടർക്കിയിലെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ സ്ഥലമല്ലേ ഇതാണ് ഏറ്റവും കൂടുതൽ ചോക്ക് പോയിന്റ്സ് ഉള്ളത്. ഈ ചോക്ക് പോയിന്റ്സ് കൈകാര്യം ചെയ്യുന്നത് ഏത് കൺട്രിയാണ്? തുർക്കിയാണ്. അതുകൊണ്ടാണ് തുർക്കിക്ക് രണ്ടാമത്തെ രീതിയിൽ ജിയോ പൊളിറ്റിക്കൽ സിഗ്നിഫിക്കൻസ് ഉള്ളത്. ഇനി അതിന്റെ വെറുതെ ജോഗ്രഫിക്കൽ പൊസിഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം അന്റോളിയൻ പ്ലേറ്റ് കാണാം. ഇവിടെ കണ്ടോ, ഒത്ത നടുക്കായിട്ട് അന്റോളിയൻ പ്ലേറ്റ് കാണാം. പിന്നെ ഒരു പോണ്ടിക് മൗണ്ടൻസ് കാണാം. ഇവിടെ യൂഫ്രട്ടിസ് ഒറിജിനേറ്റ് ചെയ്യുന്നതും ടൈഗ്രിസ് ഒറിജിനേറ്റ് ചെയ്യുന്നതും എവിടെ നിന്നാണ്? നമ്മുടെ തുർക്കിയിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. പിന്നെ ഒരു ലേക്ക് വാൻ എന്ന് പറഞ്ഞിട്ടൊരു ലേക്ക് വാൻ ഉണ്ട്. ഇതും എവിടെയാണ് ലേക്ക് വാൻ ഉള്ളത്? തുർക്കിയിലാണ് ലേക്ക് വാൻ ഉള്ളത്. സോ ജോഗ്രഫിക്കലി നോക്കുകയാണെങ്കിൽ അന്റോളിയൻ പ്ലേറ്റും ഉണ്ട് അവിടെ. പിന്നെ മൗണ്ടൻ സിസ്റ്റമായ പോണ്ടിക് മൗണ്ടൻ സിസ്റ്റം ഉണ്ട് അവിടെ, ടോറസ് മൗണ്ടൻ സിസ്റ്റം ഉണ്ട്. ആൻഡ് റിവേഴ്സ് നോക്കുകയാണെങ്കിൽ യൂഫ്രട്ടിസും ടൈഗ്രിസും റിവർ സിസ്റ്റം ഉണ്ട്. ആൻഡ് ലേക്ക് സിസ്റ്റം നോക്കുകയാണെങ്കിൽ ലേക്ക് വാൻ എന്ന് പറയുന്നത് നമ്മുടെ തുർക്കിയുടെ ഈസ്റ്റേൺ സൈഡിലായിട്ട് കാണാൻ പറ്റും. ഈസ്റ്റേൺ സൈഡിലായിട്ട് എന്ത് കാണാം? ലേക്ക് വാൻ കാണാൻ പറ്റും. ഇത്രയാണ് ജോഗ്രഫിക്കലി തുർക്കിയുടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. പക്ഷെ തുർക്കിയിൽ ഇപ്പോഴത്തെ റൂളർ നിങ്ങൾക്ക് അറിയാമായിരിക്കും. തുർക്കിയിൽ ഇപ്പോഴത്തെ റൂളറിന്റെ പേരാണ് എർദോഗാൻ. എർദോഗാനിന്റെ പാർട്ടീന്റെ പേരാണ് AKP. സോ എർദോഗാൻ ആണ് ഇപ്പോഴത്തെ റൂളർ. എർദോഗാന്റെ പാർട്ടിയാണ് ഏത്? AKP എന്ന് പറയുന്നത്. ഇതൊരു സെന്റർ റൈറ്റ് പാർട്ടിയാണ്. അതായത് ഇവര് കൺസർവേറ്റീവ് ആണ് പക്ഷെ അവർക്ക് ഡെമോക്രാറ്റിക് വാല്യൂസും ഇവർ എന്ത് ചെയ്യുന്നുണ്ട്? അപ്ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇതൊരു സെന്റർ റൈറ്റ് പാർട്ടിയാണ്. ആൻഡ് ഫ്രം 2002 ഓൺവേർഡ്സ് ഇവരാണ് എന്ത് അധികാരത്തിലുള്ളത് എവിടെ? തുർക്കിയിൽ. ഇതൊരു അതോറിറ്റേറിയൻ റിജിം ആണ്. കാരണം ഇവർ പറയുന്നത് ഇവർ കൺസർവേറ്റീവ് ആയിട്ടുള്ള നമ്മുടെ മുസ്ലിംസിന്റെ എന്താണോ കൺസർവേറ്റീവ് തിങ്കിങ് അത് ഞങ്ങൾ സേഫ് ഗാർഡ് ചെയ്യുന്നു. അതിന്റെ കൂടെ വെസ്റ്റേൺ അതായത് ഡെമോക്രാറ്റിക് ഐഡിയാസ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. എങ്കിൽ പോലും ഇതൊരു അതോറിറ്റേറിയൻ റൂളാണ്. കാരണം എലക്ഷൻസ് പ്രോപ്പർ ആയിട്ടല്ല നടക്കുന്നത്. റിഗ് എലക്ഷൻസ് നടക്കുന്നുണ്ട്, കറപ്ഷൻ സ്കാൻഡൽസ് നടക്കുന്നുണ്ട് അവിടെ. സോ ഒരു അതോറിറ്റേറിയൻ സ്റ്റേറ്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ തുർക്കിനെ പറയാം.
തുർക്കിന്റെ ഇപ്പോഴത്തെ ഇതെന്ന് വെച്ചാൽ തുർക്കി ഇനിഷ്യേറ്റ് ചെയ്താണ് ഒരു ബ്ലാക്ക് സീ ഗ്രെയിൻ ഇനിഷ്യേറ്റീവ് ചെയ്യുന്നത്. ഈ ബ്ലാക്ക് സീ ഗ്രെയിൻ ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഉക്രൈനാണ് 10% വീറ്റ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്ന എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന കൺട്രി ഏതായിരുന്നു? ഉക്രൈൻ ആയിരുന്നു. റഷ്യ ഒരു വീറ്റ് പ്രൊഡ്യൂസിങ് കൺട്രിയാണ്. ഇത് പെട്ടെന്ന് റഷ്യ ഉക്രൈൻ വാർ വന്നപ്പോൾ സ്റ്റോപ്പായി. അപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നതാണ് എന്ത്? ബ്ലാക്ക് സീ ഗ്രെയിൻ ഇനിഷ്യേറ്റീവ്. അതിന് ഒരു മീഡിയേറ്റർ ആയിട്ട് ആക്ട് ചെയ്ത രാജ്യമാണ് ഏത്? തുർക്കി എന്ന് പറയുന്ന ഒരു രാജ്യം. സോ ദാറ്റ് ഇവിടെ നിന്ന് വരുന്ന വീറ്റിന്റെ ഷിപ്മെന്റ്സ് ഈസി ആയിട്ട് പാസ് ചെയ്ത് പോകാൻ പറ്റും. ടു ആൻഡ് ഫ്രോ പാസിങ് നടക്കും എന്നുള്ളത്. പിന്നീട് ആ ഡീല് ബ്രോക്ക് ആവുന്നുണ്ട്, കാരണം ആംസ് എംബാർഗോ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അത് പിന്നീട് ബ്രോക്ക് ആവുന്നുണ്ട്. എനിവേ തുർക്കി അതിനൊരു റോള്, റഷ്യ ഉക്രൈനിന്റെ പീസിനൊരു റോള് പ്ലേ ചെയ്തിരുന്ന ഒരു കൺട്രിയാണ്. പക്ഷെ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ വന്നതിന് ശേഷം ട്രംപ് ഇപ്പം റീസെന്റ് ആയിട്ട് നടന്ന ഒരു ഇൻസിഡന്റ് ആണ്. സൗദി അറേബ്യയിൽ വെച്ചിട്ട് റഷ്യയും യു എസും കൂടെ എന്തായതോ, റഷ്യയും യു എസും കൂടെ ഒരു ടോക്ക് ചെയ്തു. വളരെ ഭയങ്കര ഹൈലി വളരെ കുറച്ച് പേര് മാത്രം ഉണ്ടായിരുന്ന ഒരു സീക്രട്ട് ആയിട്ടുള്ള ഒരു മീറ്റിംഗ് ആയിരുന്നു അത്. ആകെ 6 പേരെന്തോ ഉള്ളൂ അതിൽ. 3 പേര് റഷ്യയിൽ നിന്നും 3 പേര് യു എസ് നിന്നും ഒക്കെ ഉള്ള ആൾക്കാരായിരുന്നു. ഇവര് കൂടിയ ഇതിൽ നിന്ന് യുക്കും റോളില്ല, വെസ്റ്റേൺ യൂറോപ്യൻ കൺട്രീസിന് ഒരു റോളും ഇല്ല. ഈ മീഡിയേഷൻ വഹിച്ച തുർക്കിക്ക് പോലും റോളില്ല. സോ പൊളിറ്റിക്കലി അവരെ അതിൽ നിന്നും വെളിയിലാക്കിയിട്ട് ഇവർ രണ്ടുപേരും മാത്രമല്ല, ഒരു ക്ലോസ്ഡ് ഡോർ ടു ഡോർ കോൺവെർസേഷൻ ആയിരുന്നു ഇവിടെ നടന്നത് സൗദി അറേബ്യയിൽ. ഇതില് തുർക്കിക്ക് അത്യാവശ്യം ഇഷ്ടമാകാതെയൊക്കെ വന്നിട്ടുണ്ട് ഇതിന്. സോ അതൊക്കെ ന്യൂസിൽ നിങ്ങൾക്ക് കാണാം. അതാണ് തുർക്കിയിൽ. ഇനി അടുത്ത് വരുന്നതാണ് അർജന്റീന. അർജന്റീനയില് ഇമ്പോർട്ടന്റ് ആയിട്ട് അർജന്റീന നിങ്ങൾക്ക് അറിയാം, അതൊരു സൗത്ത് അമേരിക്കൻ കൺട്രിയാണ് അല്ലെ. സൗത്ത് അമേരിക്കൻ കോണ്ടിനെന്റിലെ ഒരു കൺട്രിയാണ് ഏത്? അർജന്റീന എന്ന് പറയുന്നത്. അർജന്റീനയിൽ ഒരു എക്കണോമിക് ക്രൈസിസ് നടന്നിട്ടുണ്ട്. അതെങ്ങനെ അറിയാം? ന്യൂസ് വായിച്ചറിയാം. കാരണം ന്യൂസിൽ ഞാൻ ഈ 2 ന്യൂസ് പേപ്പറാണ് എടുത്തിരിക്കുന്നത്, റിഫ്ലക്സ് വെബ് എന്നും AP ന്യൂസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഫോറിൻ ന്യൂസ് ചാനൽസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. സോ അതിൽ നിങ്ങൾക്ക് അറിയാം അർജന്റീന ഈസ് ഫേസിങ് വൺ ഓഫ് ഇറ്റ്സ് സിവിയർ എക്കണോമിക് ക്രൈസിസ് എന്നും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പ്രസിഡന്റ് മിലി എന്ന് പറഞ്ഞാണ് പ്രസിഡന്റിന്റെ പേര്. പ്രസിഡന്റ് എന്ത് ചെയ്യും ഇനി തൊട്ട്, ലൈക്ക് ഈ എക്കണോമിക് ക്രൈസിസ് വെയ്ഡ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ആക്ഷൻസ് ആയിരിക്കും അവര് ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അർജന്റീനയില്. ആൻഡ് ഈ ഞാൻ പറഞ്ഞില്ലേ, ഈ പ്രസിഡന്റ് is charged with what? This president is charged with corruption scandals. ഈ ക്രിപ്റ്റോ ബാക്ട് അസറ്റ്സിനെ കൂടുതൽ പുഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അർജന്റീനൻ പ്രസിഡന്റിനെതിരെ തന്നെ കറപ്ഷൻ സ്കാൻഡൽസ് വരുന്നുണ്ട്. സോ അതുകൊണ്ടും നമുക്ക് അർജന്റീന ന്യൂസ് പേപ്പറിൽ കാണാൻ പറ്റും. 2 റീസൺ ആണ്. ഒന്ന്, എക്കണോമിക് ക്രൈസിസിലൂടെ പോവാണ്, അതായത് ഇൻഫ്ലേഷൻ ഉണ്ട്, ഡീസ്റ്റെബിലൈസ്ഡ് കണ്ടീഷൻ ആണ് അവിടെ ഉണ്ടാകുന്നത്. അതിനിടയിൽ ഭരിക്കുന്ന ഭരണാധികാരിയുടെ നേരെ ഒരു കറപ്ഷൻ സ്കാൻഡലും കൂടെ ഓൺഗോയിങ് ആണ് അർജന്റീനയിൽ. പിന്നെ നമ്മൾ അവസാനം വരുന്ന കൺട്രിയാണ് വെനസ്വേല. വെനസ്വേല എന്ന് പറയുന്നതും ഒരു സൗത്ത് അമേരിക്കൻ കോണ്ടിനെന്റിൽ വരുന്ന ഒരു കൺട്രിയാണ്. നിങ്ങൾ കേട്ടാ അറിയാം, വെനസ്വേലയിലാണ് ഏറ്റവും കൂടുതൽ ലാർജസ്റ്റ് ഓയിൽ റിസർവ് ഉള്ളത്. ഈ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടിംഗ് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഈ റിപ്പോർട്ട് നോക്ക്. What US easing sanctions on Venezuela, home to world's largest oil reserve, could mean for India എന്നാണ് ടൈറ്റിൽ വന്നിരിക്കുന്നത്. ഇതിൽ തന്നെ മനസ്സിലാവും വെനസ്വേലയിൽ US-ന്റെ സാങ്ഷൻ ഉണ്ട്, ലാർജസ്റ്റ് ഓയിൽ റിസർവ് ഉള്ള ഒരു കൺട്രിയാണ് ഏത്? വെനസ്വേല. അത് ഇന്ത്യയിൽ എന്ത് റോളാണ് ഇന്ത്യക്ക് പ്ലേ ചെയ്യുന്നത് എന്നുള്ളതാണ് ആ ഹെഡിങ് നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. അതുപോലെ വീണ്ടും ഹൗ US sanctions have affected Venezuela. Why did Venezuela's economy collapse? എന്തുകൊണ്ട് വെനസ്വേലയുടെ എക്കോണമി കൊളാപ്സ് ആയി? ഇതൊക്കെയാണ് ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസ് കവർ ചെയ്തിരിക്കുന്നത്. US നിങ്ങൾക്ക് വെനസ്വേല അറിയാം, വെനസ്വേലയിലെ ഒരു ലാർജസ്റ്റ് ഓയിൽ റിസർവ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അതായത് വെനസ്വേലയുടെ എക്കണോമിയിലെ 90% അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനാണ്? പെട്രോളിയം അല്ലെങ്കിൽ ഓയിൽ ആൻഡ് ഗ്യാസ് എക്സ്പോർട്സിനാണ് അത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിനൊരു നമുക്കൊരു പെട്രോ സ്റ്റേറ്റ് ആയിട്ട് പറയാം. എന്തിന്? വെനസ്വേലയാണ്. ബിക്കോസ് പെട്രോ സ്റ്റേറ്റ് എന്ന് പറയാൻ കാരണം അതിന്റെ എക്കോണമിയിലെ ഒരു ഭൂരിഭാഗവും അത് എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്? പെട്രോളിയം അല്ലെങ്കിൽ ഓയിൽ അല്ലെങ്കിൽ നാച്ചുറൽ ഗ്യാസിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ വി കോൾ ഇറ്റ് ആസ് എ പെട്രോ സ്റ്റേറ്റ്. ഈ പെട്രോ സ്റ്റേറ്റില് വെനസ്വേലയ്ക്ക് സ്വന്തമായിട്ട് ഒരു ഓയിൽ കമ്പനി ഉണ്ട്, വിച്ച് ഈസ് കോൾഡ് ആസ് ദി PDVSA. ഇത് വെനസ്വേലയുടെ തന്നെ സ്റ്റേറ്റ് ഓൺഡ് ആയിട്ടുള്ള ഒരു ഓയിൽ കമ്പനിയാണ്. ഇതിലോട്ട് US സാങ്ഷൻസ് ഏർപ്പെടുത്തുന്നു. US സാങ്ഷൻസ് ഏർപ്പെടുത്തിയിട്ട് പറഞ്ഞു ഇനി തൊട്ട് അമേരിക്കക്കാർക്കൊന്നും ഇവിടെ നിന്ന് ബൈ ചെയ്യാൻ പറ്റില്ല, ഈ ഓയിൽ കമ്പനിയിൽ നിന്ന് ബൈ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്ത് പറ്റും? അമേരിക്ക സ്റ്റോപ്പ് ചെയ്യും.
പക്ഷെ ഇന്ത്യ സ്റ്റോപ്പ് ചെയ്തു, കുറേ സ്റ്റോപ്പ് ചെയ്തു. ഇന്ത്യ എത്രയോ വാങ്ങിച്ചിരിക്കുന്നത് വളരെ കുറച്ചു. എന്തുകൊണ്ട് ഇന്ത്യ സ്റ്റോപ്പ് ചെയ്തു? ലൈക്ക് US പറഞ്ഞു ഓക്കെ നിങ്ങൾ അമേരിക്കൻ കാര്യം ഇനി വാങ്ങിക്കാതെ അമേരിക്കൻ ബയേഴ്സ് വാങ്ങിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ബട്ട് വൈ ഇന്ത്യ സ്റ്റോപ്പ് ചെയ്തത്? US ആണ് ഒന്ന് ചെയ്തിരിക്കുന്നത്. രണ്ട്, US ഡോളർ വഴിയാണ് നമ്മുടെ റിലയൻസ് ആയാലും ബാക്കി കമ്പനീസ് ആയാലും IOC ഒക്കെ വാങ്ങിക്കുന്നത് ഏതാണ്? ഡോളറിൽ നിന്നാണ്. അതുപോലെ US സെക്കൻഡ് സാങ്ഷൻസ് ആർക്ക് ഏർപ്പെടുത്താൻ പറ്റും? ഇന്ത്യ മേലെ ഏർപ്പാടാക്കാൻ പറ്റും. അതായത് താരിഫ് അല്ലെങ്കിൽ ട്രേഡ് റെസ്ട്രിക്ഷൻസ് ഇന്ത്യയിൽ കൊണ്ടുവരാൻ പറ്റും. സിൻസ് ഇന്ത്യ ഇസ് ബൈയിങ് ഓയിൽ ഡയറക്ട്ലി ഫ്രം വെനസ്വേല, US can impose sanctions on India. Like US can impose sanctions on its trade with India. അതുകൊണ്ടാണ് ഇന്ത്യയും എന്ത് ചെയ്തു? കുറച്ചു. അതാണ് വെനസ്വേലയിൽ നടക്കുന്ന US സാങ്ഷൻ. ഒരു കൺട്രിയിൽ പെട്രോളിയം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു കൺട്രിയിൽ ഒരു സാങ്ഷൻസ് വെച്ച് കഴിഞ്ഞാൽ അഫ്കോഴ്സ് ഇറ്റ് വിൽ ഗോ ഇൻ ടു ആൻ എക്കോണമിക് ക്രൈസിസ്, റൈറ്റ്? അതൊരു എക്കണോമിക് ക്രൈസിസിൽ പോയി അവിടെയും സിറ്റുവേഷൻ എന്തായി? വളരെ മോശമുള്ള ഒരു അവസ്ഥയാണ്. ഇൻസ്റ്റബിലിറ്റി ആയ ഡെപ്റ്റ് ആണ് ഇപ്പോൾ അവിടുത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അപ്പം US പറഞ്ഞു നിങ്ങൾക്ക് ഇതിൽ നിന്ന് വെളിയിൽ വരാം, പക്ഷെ യു ഹാവ് ടു കണ്ടക്ട് എലക്ഷൻസ്, റൈറ്റ് ആയിട്ടുള്ള എലക്ഷൻസ്, ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള എലക്ഷൻസ് കണ്ടക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വി വിൽ റിമൂവ് ദിസ് സാങ്ഷൻസ്. ഈ സാങ്ഷൻസ് വച്ചത് തന്നെ അവിടുത്തെ പ്രസിഡന്റ് ഹിസ് നെയിം ഇസ് നിക്കോളാസ് മഡൂറോ ആണ് പ്രസിഡന്റിന്റെ പേര്. പ്രസിഡന്റ് അവിടെ റിഗ് എലക്ഷൻസ് നടത്തുന്നു എന്നുള്ളതാണ് ആര് പറയുന്നത്? US പറയുന്നത്. അത് കാരണമാണ് US എന്ത് ചെയ്യുന്നത്? സാങ്ഷൻസ് ഏർപ്പാടാക്കുന്നതും. പിന്നീട് US പറയുന്നുണ്ട് മാറ്റാം, പക്ഷെ ഒരു ട്രാൻസ്പാരന്റ് എലക്ഷൻ നിങ്ങൾ കൊണ്ടുവരാമെന്നുണ്ടെങ്കിൽ വി വിൽ റിലാക്സ് ദി സാങ്ഷൻസ്. സോ നമ്മൾ ഏകദേശം എല്ലാം നോക്കിക്കഴിഞ്ഞു. വെനസ്വേല നോക്കി, നമ്മൾ തുർക്കി നോക്കി, then we looked into Argentina, ഉക്രൈൻ റഷ്യ വാർ നോക്കി, ആൻഡ് വേൾഡ് മാപ്പ് ഏകദേശം എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. വേൾഡില് എവിടെയൊക്കെയാണ് മെയിൻ ആയിട്ട് എസ്കലേഷൻസ് നടക്കുന്നത്, മെയിൻ ആയിട്ട് കോൺഫ്ലിക്ട്സ് നടക്കുന്നത്, അതെല്ലാം നമ്മൾ നോക്കി. എന്തുകൊണ്ട് കോൺഫ്ലിക്ട്സ് നടക്കുന്നു എന്ന് നോക്കി, റീസൺ നോക്കി, അതിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻസ് നോക്കി, ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്തു. ഇനി ആകെ ഉള്ളത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. വെനസ്വേലയെ ബേസ് ചെയ്ത് 2024 ചോദിച്ചൊരു ചോദ്യമുണ്ട്. അതായത് ചോദ്യം നോക്കിയാൽ സ്റ്റേറ്റ്മെന്റ് 1 പറഞ്ഞിട്ടുണ്ട് recently Venezuela achieved a rapid recovery from its economic crisis and it succeeded in preventing its people from fleeing or emigrating to other countries. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് വെനസ്വേല ഹാസ് ദി വേൾഡ്സ് ലാർജസ്റ്റ് ഓയിൽ റിസർവ്. ന്യൂസ് പേപ്പർ വായിക്കുന്ന ഒരാൾക്കാണെങ്കിൽ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണെന്നുള്ളത് അറിയായിരിക്കും. വെനസ്വേല ഹാസ് ദി വേൾഡ്സ് ലാർജസ്റ്റ് ഓയിൽ റിസർവ്സ്. അല്ലെങ്കിൽ ജോഗ്രഫി നല്ല രീതിയിൽ നോക്കുന്ന ഒരാൾക്കും വെനസ്വേല ഹാസ് ദി വേൾഡ്സ് ലാർജസ്റ്റ് ഓയിൽ റിസർവ് എന്നുള്ളത് അറിയായിരിക്കും. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നമുക്ക് ശരിയാണ്. ആകെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് പ്രശ്നം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിച്ചു നോക്കിയോ. ഒന്ന് എഴുതിയിരിക്കുന്ന ഹാസ് അച്ചീവ്ഡ് എ റാപ്പിഡ് റിക്കവറി ഫ്രം ഇറ്റ്സ് എക്കോണമിക് ക്രൈസിസ്. നിങ്ങൾ ന്യൂസ് പേപ്പർ വായിച്ചിട്ടുണ്ടെങ്കിൽ, വെനസ്വേലനെ വായിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അതൊരു എക്കോണമിക് സാങ്ഷൻ കാരണമായിരിക്കും യു കെയിം അക്രോസ് വെനസ്വേല. സോ അങ്ങനെ ഒരു കൺട്രിയിൽ എക്കണോമിക് ക്രൈസിസ് ഇല്ല, റാപ്പിഡ് ആയിട്ട് റിക്കവർ ചെയ്ത് ആൾക്കാരൊന്നും മൈഗ്രേറ്റ് ചെയ്യുന്നില്ല, എല്ലാം സന്തുഷ്ടമായിട്ടുള്ള സ്ഥലമാണെന്ന് പറയുന്നതിന് തന്നെ ഒരു അർത്ഥമില്ല. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ്. ഒരു ന്യൂസ് ഉണ്ട്, ഒരു അവയർനെസ് ഉണ്ട്, എന്താണ് നടക്കുന്നതെന്ന് ഒരു ഐഡിയ ഉണ്ട്, എന്തുകൊണ്ട് നടന്നു എന്നൊരു ഐഡിയ ഉണ്ടെങ്കിൽ you could easily come to the right answer. അതായത് ഓപ്ഷൻ D ആണ് ഉത്തരം. സ്റ്റേറ്റ്മെന്റ് 1 ഇൻകറക്റ്റും സ്റ്റേറ്റ്മെന്റ് 2 കറക്റ്റും ആണ്. അടുത്തത് 87 വേറൊരു ചോദ്യം ചോദിച്ചിരിക്കുന്നത് അർജന്റീന ഇസ് ഗോയിങ് ത്രൂ വേഴ്സ്റ്റ് എക്കണോമിക് ക്രൈസിസ്. അത് കറക്റ്റ് ആണ്. തുർക്കി എന്ന് പറയുന്നത് റിസൈൻഡ് ഇറ്റ്സ് മെമ്പർഷിപ്പ് ടു നാറ്റോ. അങ്ങനെ ചെയ്യോ? നാറ്റോ ഫൗണ്ട് ചെയ്ത തൊട്ടുള്ള ഒരു മെമ്പർ ആണ് ഇത് തുർക്കി. അപ്പൊ അതെന്തായാലും ചെയ്യില്ല. അപ്പം ഓപ്ഷൻ B only 2 pairs is correct. അതാണ് 2024 87ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം. പിന്നെ ബോർഡറിംഗ് കൺട്രീസ് ഉക്രൈൻ്റെ ഏതൊക്കെയാണെന്നുള്ള മാപ്പ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ 2022 ചോദിച്ചിരിക്കുന്നത് അനട്ടോളിയ തുർക്കിയിലാണോ എന്നാണ്. നമ്മൾ കണ്ടു തുർക്കിയിലെ ഒത്ത നടുക്ക് അനട്ടോളിയൻ പ്ലേറ്റ് കണ്ടു. സോ ഫസ്റ്റ് എന്താണ് മാച്ച് ഫോളോയിങ്ങിൽ കറക്റ്റ് ആണ്. സെക്കൻഡ് അംഹാര എത്യോപ്യ. നമ്മൾ എത്യോപ്യ എടുത്ത സമയത്ത് അംഹാര നോക്കി, ഓർമിയോ നോക്കി, അംഹാര നോക്കി. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും ശരിയാണ്. കാബോ ഡെൽഗാഡോ നമ്മൾ മൊസാംബിക് നോക്കിയപ്പോഴാണ് നോക്കിയത്. ആൻഡ് കറ്റലോണിയ സ്പെയിനിലാണ്. സോ ഇത് എന്തായിരിക്കും ഉത്തരം? ഓപ്ഷൻ B only 2 pair. സോ അങ്ങനെയാണ് നമ്മൾ ഏകദേശം എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് എവിടെ നിന്നാണ്? മിഡിൽ ഈസ്റ്റിൽ നിന്നാണ്. മിഡിൽ ഈസ്റ്റിന്റെ ലെവാൻ റീജിയനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ലെവാൻ റീജിയൻ കഴിഞ്ഞ് ഓരോരോ കൺട്രീസ് വൈസ് നമ്മൾ പോയി. സിറിയ നോക്കി, ഇറാൻ നോക്കി, ഇറാഖ് നോക്കി, ലെബനൻ നോക്കി, ജോർദൻ നോക്കി,
ഓരോ കൺട്രീസ് ആയിട്ട് നോക്കി നമ്മൾ മിഡിൽ ഈസ്റ്റ് കവർ ചെയ്തു. മിഡിൽ ഈസ്റ്റിന്റെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു, അതിന്റെ എക്സ്പ്ലനേഷൻസ് തന്നു. ദെൻ നമ്മൾ വന്നത് ആഫ്രിക്കയിലോട്ടാണ്. ആഫ്രിക്കയിൽ വന്നിട്ട് ആഫ്രിക്കയുടെ മാപ്പ്, ഫിസിക്കൽ മാപ്പും പൊളിറ്റിക്കൽ മാപ്പും നോക്കി. ഇത് രണ്ടും നോക്കിയിട്ട് ടെൻഷൻസ് നടക്കുന്ന കൺട്രീസ് മാത്രം സ്പെസിഫിക് ആയിട്ട് നമ്മൾ പിക്ക് ചെയ്തു. ആ കൺട്രീസിൽ ഇമ്പോർട്ടൻറ്റ് പ്ലേസസ് ഏതൊക്കെയാണെന്ന് നോക്കി, ആ ഇമ്പോർട്ടൻറ്റ് പ്ലേസസ് എന്തുകൊണ്ട് ന്യൂസിൽ വരുന്നു എന്ന് നോക്കി, എന്തുകൊണ്ട് എത്നിക് കോൺഫ്ലിക്ട്സ് നോക്കി, ഒരു ബ്രീഫ് ഹിസ്റ്ററി നമ്മൾ നോക്കി. അത് കഴിഞ്ഞ് ആഫ്രിക്കയിലെ കുറെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ദെൻ വി കെയിം ടു ഏഷ്യ. ഏഷ്യയിലെ നമ്മൾ ചൈനയിൽ ഡിസ്കസ് ചെയ്തു, അഫ്ഗാനിസ്ഥാനിൽ ഡിസ്കസ് ചെയ്തു. കാരണം ഏഷ്യയിൽ നോക്കുകയാണെങ്കിൽ ചൈനയിലും അഫ്ഗാനിസ്ഥാനിലും ആണ് മെയിൻ ആയിട്ട് കോൺഫ്ലിക്ട് സിറ്റുവേഷൻ നടക്കുന്നത്. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എടുക്കുകയാണെങ്കിൽ ശ്രീലങ്ക വരും, പിന്നെ ഏത് വരും, ശ്രീലങ്ക വരും, ബംഗ്ലാദേശ് മ്യാൻമർ ഇഷ്യൂ നമുക്ക് നോക്കേണ്ടതുണ്ട് വരും, റോഹിംഗ്യാസ് മ്യാൻമർ ഇഷ്യൂസ് അത് ഇപ്പം നടക്കുന്നില്ല, പണ്ടോട്ടേ നടക്കുന്നത്, അത് കവർ ചെയ്യാനുണ്ട്. പാകിസ്ഥാൻ ഇഷ്യൂ ഉണ്ട്, അത് ഈ ഇത്രയും രാജ്യങ്ങൾ നമ്മൾ കവർ ചെയ്തിട്ടില്ല. വി വിൽ കവർ ഇറ്റ്. ഓക്കെ, നമ്മൾ കവർ ചെയ്യും. അത് കഴിഞ്ഞ് ഏഷ്യയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളും അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനും ഉത്തരവും നമ്മൾ നോക്കി. ലാസ്റ്റ് നമ്മൾ നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, യൂറോപ്പ് റീജിയന് ഇന്റഗ്രേറ്റ് ചെയ്ത് അതിൽ നിന്ന് വന്ന ചോദ്യങ്ങളും അതും ഡിസ്കസ് ചെയ്തു. സോ ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. ഓക്കെ, താങ്ക് യു.